ഊർജത്തെ, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തുക എന്നുള്ളതാണ് ഓരോ സാധനയും. പ്രത്യേകിച്ച് നവരാത്രിയിൽ ഏറ്റവും പ്രാധാന്യം ജപത്തിനും തപത്തിനുമാണ്. അതെന്തുകൊണ്ടാണ്? പടിയാറും കടന്നാൽ ശിവനെ കാണാകും ശിവശംഭോ എന്ന സിനിമാ പാട്ട് കേൾക്കാത്തവരുണ്ടാവില്ല. ഈ 6 പടികളും ആദിപരാശക്തിയുടെ വാസസ്ഥാനമാണ്. ഒന്നാമത്തെ പടിയായ മൂലാധാര ചക്രത്തിൽ ബാലസ്വരൂപിണിയെ നമ്മൾ അറിഞ്ഞു. സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്രഹ്മസ്വരൂപിണിയായ ദേവിയെ നമ്മൾ കണ്ടു. മണിപൂരക ചക്രത്തിൽ ചന്ദ്രകണ്ഠാദേവിയും 4ാമത്തെ ചക്രത്തിൽ അനാഹത ചക്രത്തിൻ്റെ ആധാരം ദേവി കൂശ്മാണ്ഡ. അതായത് നമ്മുടെ ശരീരത്തിൽ പൊക്കിളിൻ്റെ ഭാഗത്ത് നിന്ന് 2 അങ്കുലം മുകളിലായിട്ടാണല്ലോ ഹൃദയത്തിൻ്റെ സ്ഥാനം. ഹൃദയത്തിന് നേരെയുള്ള ഊർജ്ജസ്ഥാനമായിട്ടാണ് അനാഹത ചക്രത്തെ കണക്കാക്കുന്നത്.